our hearts beat to the city. ഇന്നത്തെ നമ്മുടെ പുതിയ റെസിപ്പി നമുക്കൊരു ഫംഗ്ഷനൊക്കെ ഉണ്ടാകുന്ന സമയത്ത് വെറൈറ്റി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഡിഷാണ്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഒരു 10 മിനിറ്റ് കൊണ്ട് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇൻഷാ അല്ലാഹ് നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അതിനായിട്ട് ഞാനിതാ എടുത്തിട്ടുള്ളത് ചിക്കനാണ്. നമുക്ക് ഒരു ചിക്കനിൽ നിന്ന് എല്ലില്ലാത്ത ഭാഗം നോക്കിയിട്ട് എടുത്തതാണ്. ഏകദേശം ഒരു 300 ഗ്രാമോളം ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ചിക്കൻ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിതാ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്, ഒരു ചോപ്പർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മിക്സി നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നമ്മൾ സാധാരണ പൊടിക്കുന്ന ജാറില്ലേ, അത് എടുത്താലും മതി. ഇത് ക്രഷ് ചെയ്ത് എടുക്കുകയോ ചെയ്യണ്ടോ. അപ്പോൾ ഇതിലേക്ക് ഇനി നമ്മൾ പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 3-4 പച്ചമുളക് ഇട്ട് കൊടുക്കാം. എരിവ് കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ 2-3 പച്ചമുളകും കൂടി കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കുരുമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുരുമുളക് മുഴുവനായിട്ടുള്ള കുരുമുളകും ഇടാം. ഇപ്പോൾ ഞാൻ പൊടിയാണ് എടുത്തിട്ടുള്ളത്, മുഴുവനും ഇടാം. അപ്പോൾ നമ്മൾ അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് നമുക്കിതൊന്ന് ക്രഷ് ചെയ്തിട്ടെടുക്കാം, ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മളിത് ഈ ഒരു ചിക്കൻ ഇതാ ക്രഷ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് ഉണ്ടാവാൻ. നമുക്ക് ഇനി ഇത് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് ഉരുട്ടിയെടുക്കണം, ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കണം. അതിനിപ്പോൾ എന്തായാലും ഇതിൽ കുറച്ച് വെള്ളമൊക്കെ ഉണ്ടാവും. കാരണം നമ്മളിപ്പോൾ ഇത് ചിക്കനല്ലേ, ചിക്കനിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിലേക്ക് കുറച്ച് കോൺഫ്ലവർ ഇട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം, മിക്സ് ആക്കിയിട്ട് എടുക്കണം. ഒരു 2-3 സ്പൂണ് കോൺഫ്ലവർ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ ഞാനിതാ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത് ഉരുട്ടി ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കാം. ഒരു ചെറുനാരങ്ങയുടെ വലിപ്പമുള്ള ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്യാം. വളരെ ചെറുതാക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. എന്നാലും ഒരു മാക്സിമം ഒരു വലിപ്പമുള്ള ഒരു സൈസിലേക്ക് നമുക്കെടുക്കാം. അപ്പോൾ ഞാനിതാ ഇതെല്ലാം ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഉരുട്ടിയെടുത്തതിന് ശേഷം തന്നെ ആ ഒരു സ്പോട്ടിൽ തന്നെ നമുക്ക് കുറച്ച് കോൺഫ്ലവർ ഇതിലേക്ക് മുക്കി ഒന്നൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എല്ലായിടത്തും ഒന്ന് മുക്കിയെടുക്കാം. അപ്പോൾ നമ്മളൊന്ന് ഈ കോൺഫ്ലവറിലേക്ക് മുക്കിയിട്ട് ഒന്നിങ്ങനെ ഉരുട്ടിക്കഴിഞ്ഞാൽ നമുക്കിത് നല്ലൊരു ഷേപ്പിൽ കിട്ടും. ആ ഒരു ഷേപ്പിൽ തന്നെ നമുക്ക് ഉടഞ്ഞു പോവാതെ ആ ഒരു ഷേപ്പിൽ തന്നെ കിട്ടും. ഇതെല്ലാം നല്ല ഈ കോൺഫ്ലവറിൽ മുക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു സൈഡിലോട്ട് മാറ്റി വെച്ച് കൊടുക്കാം. ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് എണ്ണയൊന്ന് ചൂടാക്കാൻ വെക്കാം. പിന്നെ ഓയിലാണ് എടുക്കേണ്ടത്, വെളിച്ചെണ്ണ യൂസ് ചെയ്യരുത്. വെളിച്ചെണ്ണയാകുമ്പോൾ ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഫുള്ളായിട്ട് അങ്ങ് മാറിപ്പോവും. അപ്പോൾ ഓയിൽ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിതാ ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടേനെ ആ ഒരു സമയത്ത്. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഓരോന്നിട്ട് പിന്നെ ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഞാനിതാ ഓരോന്നിട്ട് ഫ്രൈ ആക്കി കൊടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഇത് പൊട്ടിപ്പോവൊന്നും ചെയ്യൂല. നമ്മളിപ്പോൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് പൊട്ടിപ്പോവൊന്നും ചെയ്യൂല. അപ്പോൾ നമുക്ക് നല്ല ഒരു ബോൾസായിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഞാനിതാ ഇതെല്ലാം ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതാ ഇത് എല്ലാം ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഇതിങ്ങനെ തന്നെ കഴിക്കാൻ ഇതൊട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതിപ്പോൾ ഫ്രൈ ആക്കി എടുത്താൽ കാണാൻ നല്ല ഭംഗിയാണ്, പക്ഷേ ഇത് കഴിക്കാൻ ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതുപോലെ കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് നമുക്കൊരു സോസ് ഉണ്ട്. അപ്പോൾ ആ ഒരു സോസ് തയ്യാറാക്കാനായിട്ട് അടുത്തത് നമുക്ക് എന്താണെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിതാ സ്റ്റൗവിലേക്ക് ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിപ്പോൾ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒലിവ് ഓയിൽ കയ്യിലുണ്ടെങ്കിൽ എന്തായാലും ഒഴിച്ചു കൊടുക്കാം. അതായിരിക്കും ഇതിന് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവാൻ. അപ്പോൾ അതില്ലെങ്കിൽ സാധാ സൺഫ്ലവർ ഓയിൽ എടുത്താലും മതി. അപ്പോൾ ഞാനിതാ ഒലിവ് ഓയിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, 1 ടീസ്പൂണ്. അപ്പോൾ അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. വെളുത്തുള്ളി കുറച്ച് കൂടുതൽ തന്നെ ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ ഒരു 5-8 അല്ലി വെളുത്തുള്ളി ഉണ്ട്. അപ്പോൾ അത് നന്നായിട്ട് ഫൈനായിട്ട് ചോപ്പ് ചെയ്യുക. അതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എല്ലാം നല്ലോണം ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ആ ഒരു മൂത്ത മണം വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് അതുപോലെ തന്നെ കട്ട് ചെയ്തിട്ടുള്ള പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു സോസിനാണ് പ്രത്യേക ടേസ്റ്റ്. അപ്പോൾ അത് നന്നായിട്ട് തന്നെ ഉണ്ടാക്കണം. അപ്പോൾ നമ്മളിതാ പച്ചമുളക് ഇട്ട് കൊടുത്ത് അതും നല്ലൊരു മൂത്ത മണം വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ടൊമാറ്റോ കെച്ചപ്പാണ്. അതിൻ്റെ ഒരു അളവ് എന്ന് പറയുന്നത് ഒരു 1/4 കപ്പോളം എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. പിന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് കുരുമുളകും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടീസ്പൂണോളം കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് മുളക് ക്രഷ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം. അതും 1 ടീസ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സാക്കി കൊടുക്കാം. ഇതിൻ്റെ ഒരു നല്ലൊരു സ്മെല്ല് വരുന്നത് വരെ നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇതിലേക്ക് 1/4 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ആ ഒരു സോസ് കുറച്ചും കൂടി ഒന്ന് ലൂസാക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതൊരു തിക്കായിട്ടല്ലേ ഉള്ളതിപ്പോൾ.
അപ്പോൾ അതും കൂടി ഒഴിച്ച് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. പിന്നെ ഞാനിതിലേക്ക് ഉപ്പൊന്നും ആഡ് ചെയ്തിട്ടില്ല. ഉപ്പ് നോക്കിയിട്ട് മാത്രം ഇട്ട് കൊടുക്കുക. ഈ സോസിലൊക്കെ നല്ല ഉപ്പുണ്ടാവും. അപ്പോൾ ഉപ്പ് വേണമെങ്കിൽ മാത്രം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് തിളക്കുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഒറിഗാനോ ആണ്. ഒറിഗാനോ സ്കിപ്പ് ചെയ്യാതെ ഇട്ട് കൊടുക്കണേ. അതിൻ്റെ ഒരു ഫ്ലേവറാണ് ഇതിൽ കൂടുതലും മുന്നിട്ട് നിൽക്കുന്നത്. അപ്പോൾ അത് സ്കിപ്പ് ചെയ്യാതെ എന്തായാലും ഇട്ട് കൊടുക്കുക. അതൊരു 1 ടീസ്പൂണോളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളക്കുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കോൺഫ്ലവർ കലക്കിയതും കൂടി ഒഴിച്ചു കൊടുക്കാം. ആ ഒരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ സോസിന്. ഇപ്പോൾ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ബോൾസ് ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ ചിക്കൻ ഇട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. ചിക്കനിലേക്ക് എല്ലായിടത്തും പിടിക്കുന്നത് വരെ, ഈ ഒരു സോസ് പിടിച്ച് കിട്ടുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഏകദേശം ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്നുമില്ല, ഒരു 5 മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്താൽ മതി. പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ സ്പ്രിംഗ് ഓണിയൻ ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കുക, ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട്. അപ്പോൾ ഞാനിത് രണ്ടും ഇട്ട് കൊടുക്കുന്നുണ്ട്. വേറെ ഒരു ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു റെസിപ്പിക്ക്. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ആക്കി നോക്കണം. എന്തായാലും ഇഷ്ടപ്പെടും. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. നമുക്ക് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും കഴിക്കണമെന്ന് തോന്നുമ്പോൾ നല്ലൊരു ഡിഷാണ് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ റെഡിയായി. ഇനി നമുക്ക് നല്ലൊരു വിളമ്പുന്ന പാത്രത്തിലോട്ടേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ഇതുവരെ ചിക്കൻ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കണം. അടിപൊളി ടേസ്റ്റാണ്. നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ഡിഷാണ്. എന്തായാലും ഒന്ന് ട്രൈ ആക്കി നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് തീർച്ചയായിട്ടും പറയണം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായമാണ് അറിയേണ്ടത്. കാരണം നിങ്ങളുടെ കമൻറ്റാണ് ഏറ്റവും കൂടുതൽ വാല്യൂ ഉള്ളത്. എന്തായാലും എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെടുവാണെങ്കിലും ഇല്ലെങ്കിലും എന്തെങ്കിലും ഒരു ഫോൾട്ട് ഉണ്ടെങ്കിലും എല്ലാം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് നല്ലൊരു റെസിപ്പിയുമായിട്ട് ഇനിയും വരുന്നത് വരെ ഇൻഷാ അല്ലാഹ്